Welcome, my dear students. In the previous classes, you learned about the preparation of capital accounts under fixed capital method and fluctuating capital method. Today, in this class, you are going to learn the preparation of profit and loss appropriation account. As you learned in the previous year, a sole proprieting concern prepares a trading account, profit and loss account, and a balance sheet as their financial statements. But a partnership form of business organization is required to prepare one more account called profit and loss appropriation account as their financial statements. കഴിഞ്ഞ വർഷം ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കി ആ ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടിയിരിക്കുന്ന ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിനുശേഷം വരച്ചു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിനോട് ആഡ് ചെയ്യുകയോ ഡിഡക്റ്റ് ചെയ്യുകയോ ചെയ്തു. അങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കിയത്. പക്ഷെ ഈ വർഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കി അതിന്റെ ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വരച്ചതിന് ശേഷം വരക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഫസ്റ്റ് നമുക്ക് നോക്കാം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് പാർട്ട്നേഴ്സ്. The profits and losses of the firm are distributed among the partners in an agreed ratio. However, if the partnership deed is silent, the firm's profit and losses are to be shared equally by all the partners. ബിസിനസ്സിന് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണോ ആ പ്രോഫിറ്റ് എഗ്രിമെന്റിൽ പറയുന്നതിനനുസരിച്ച് എല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എഗ്രിമെന്റിൽ ഏത് റേഷ്യോയിലാണോ പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല എങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ഡിവൈഡഡ് ഈക്വലി എമംഗ് ഓൾ ദി പാർട്ട്നേഴ്സ്. ഇൻ ദി കേസ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ദി നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ബട്ട് ഇൻ ദി കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് a separate account called profit and loss appropriation account is to be prepared after preparing profit and loss account. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വരച്ചതിന് ശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് പാർട്ണർഷിപ്പിന്റെ കേസിൽ നമ്മൾ വരയ്ക്കേണ്ടതായിരുന്നു. അതിനുശേഷം മാത്രമാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കേണ്ടത്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമുക്ക് നോക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദി ഫേം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചതിന് ശേഷം ആ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ഹൗ ദി പ്രോഫിറ്റ്സ് ആർ അപ്രോപ്രിയേറ്റഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി പാർട്ട്നേഴ്സ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ഏത് രീതിയിലാണ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റിന് എത്രമാത്രം നെറ്റ് പ്രോഫിറ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടത്, എത്രമാത്രം നെറ്റ് പ്രോഫിറ്റ് ആണ് സാലറി ആയിട്ട് പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടത്, എത്രമാത്രം നെറ്റ് പ്രോഫിറ്റ് ആണ് കമ്മീഷനായിട്ട് പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റിന്റെ പോർഷൻസ് അല്ലെങ്കിൽ ഡിവിഷൻസ് അല്ലെങ്കിൽ അത് ഏതൊക്കെ രീതിയിലാണോ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അത് കാണിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടിനെയാണ് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. All adjustments in respect of partner's salary, partner's commission, interest on capital, interest on drawings, etc. are made through this account. It starts with the net profit or net loss as per profit and loss account. Profit and loss account വരച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്താണോ അതാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമുക്ക് ആദ്യം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്.
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയാലോ പാർട്ട്നേഴ്സിന്റെ സാലറി ആയി കഴിഞ്ഞാലോ കമ്മീഷൻ ആയി കഴിഞ്ഞാലോ ഇതൊക്കെ പേ ചെയ്യുന്നത് ബിസിനസ്സിന് ലാഭം ഉണ്ടെങ്കിൽ മാത്രമാണ്. സാധാരണ കേസിൽ ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം അപ്രോപ്രിയേഷൻസ് നടത്താറുള്ളൂ. അടുത്ത നമുക്ക് ജേണൽ എൻട്രീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ജേണൽ എൻട്രി, ട്രാൻസ്ഫർ ഓഫ് ദി ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടുന്ന ബാലൻസ്, ദാറ്റ് ഈസ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്, അത് നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറയും. അങ്ങനെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കാം ജേണൽ എൻട്രി വരുന്നത്? ഫസ്റ്റ്, ഇഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ് എ ക്രെഡിറ്റ് ബാലൻസ്, ദാറ്റ് ഈസ് നെറ്റ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ, നെറ്റ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്ന നെറ്റ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് പറയുന്ന ഐറ്റം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്, നെറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ജേണൽ എൻട്രി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. രണ്ടാമത്തത്, ഇഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ് എ ഡെബിറ്റ് ബാലൻസ്, അതിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ, ദാറ്റ് ഈസ് നെറ്റ് ലോസ് ആണ്. നെറ്റ് ലോസ് ആണെങ്കിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്ന നെറ്റ് ലോസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സെക്കൻഡ് ജേണൽ എൻട്രി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഫോർ ക്രെഡിറ്റിംഗ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുക. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും ജേണൽ എൻട്രി പാസ് ചെയ്തിരിക്കുന്നത്? യെസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്, ക്രെഡിറ്റ് സൈഡിലാണ് ഐറ്റം വരുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ ഡെബിറ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. സെക്കൻഡ്, ഫോർ ട്രാൻസ്ഫറിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് അവിടെ ക്ലോസ് ചെയ്യപ്പെടും. ആദ്യം ഡെബിറ്റ് ചെയ്യുന്നു, പിന്നീട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നുള്ള ഐറ്റം വരേണ്ടത്. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് നമുക്ക് ബിസിനസ്സിലേക്ക് തരേണ്ട പൈസയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ നിന്നും പാർട്ട്നേഴ്സ് എടുത്തുകൊണ്ടുപോകുന്ന പൈസക്കാണ് പറയുന്നത് ഡ്രോയിങ്സ്. അങ്ങനെ എത്ര പൈസയാണോ ബിസിനസ്സിൽ നിന്നും പാർട്ട്നേഴ്സ് എടുത്തുകൊണ്ടുപോയത്, ആ എടുത്തുകൊണ്ടുപോയ എമൗണ്ടിന് വല്ല ഇൻട്രസ്റ്റും പാർട്ട്നേഴ്സ് ഇങ്ങോട്ടേക്ക് വാങ്ങിക്കണമെങ്കിൽ അതിനെയാണ് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് തരുന്ന എമൗണ്ട് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അത് ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് സൈഡായിരുന്നു പറഞ്ഞത്? യെസ്, ഡെബിറ്റ് സൈഡാണ് പറഞ്ഞത്. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ്, ഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫ്രം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് രേഖപ്പെടുത്തുന്ന സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാണ് വേണ്ടത്. ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട്. ഇനി ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഫോർ ട്രാൻസ്ഫറിങ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നേരത്തെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, അത് ക്ലോസ് ചെയ്യണം, എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അത് ഒരു തരത്തിലുള്ള ഇൻകം ആയിട്ടാണ് വരിക. പാർട്ട്നേഴ്സിൻ്റെ നമുക്ക് കിട്ടേണ്ടതാണ്, ബിസിനസ്സിന് കിട്ടേണ്ട പൈസയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു തരത്തിലുള്ള ഇൻകമാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ്, പാർട്ട്നേഴ്സ് സാലറി. ഫോർ ക്രെഡിറ്റിംഗ് പാർട്ട്നേഴ്സ് സാലറി ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്കറിയാം പാർട്ട്നേഴ്സ് സാലറി എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ
പാർട്ട്നർ സാലറി ഉണ്ടാകുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ ജേണൽ എൻട്രി പാർട്ട്നർ സാലറി അല്ലെങ്കിൽ സാലറി ടു പാർട്ട്നേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. ഇനി അതിനുശേഷം ഈ സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുള്ള എൻട്രി ഫോർ ട്രാൻസ്ഫറിങ് പാർട്ട്നർ സാലറി ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നേരത്തെ സാലറി ടു പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഡെബിറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിപ്പോഴും ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സാലറി ടു പാർട്ട്നേഴ്സ് അക്കൗണ്ട്. അടുത്തത് പാർട്ട്നേഴ്സ് കമ്മീഷൻ ഫോർ ക്രെഡിറ്റിംഗ് കമ്മീഷൻ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്കറിയാം പാർട്ട്നേഴ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് സാലറി പോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ജേണൽ എൻട്രി കമ്മീഷൻ ടു പാർട്ട്നേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം, ക്രെഡിറ്റ് സൈഡിലാണ് ഇത് വരുന്നത്. അതിനുശേഷം ഫോർ ട്രാൻസ്ഫറിങ് കമ്മീഷൻ പെയ്ഡ് ടു പാർട്ട്നേഴ്സ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഈ കമ്മീഷൻ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നേരത്തെ കമ്മീഷൻ എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിലാണ്, ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കമ്മീഷൻ ക്രെഡിറ്റ് സൈഡിൽ വരും, ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ ഡെബിറ്റ് വരുന്നത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ ടു പാർട്ട്നേഴ്സ് അക്കൗണ്ട്. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്ത് ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ബാലൻസ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ലാഭമായി കഴിഞ്ഞാലും നഷ്ടമായി കഴിഞ്ഞാലും അത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എന്താണോ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നത് ആ റേഷ്യോയിൽ ആ ലാഭം അല്ലെങ്കിൽ ആ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുക. ലാഭമായാലും നഷ്ടമായി കഴിഞ്ഞാൽ അഗ്രിമെന്റിലൊന്നും പറയുന്നില്ല എങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ഡിവൈഡഡ് ഈക്വലി. ഇപ്പോൾ ഇഫ് പ്രോഫിറ്റ് ആണെങ്കിൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതേണ്ടി വരിക. ഇപ്പോൾ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. ഇഫ് ലോസ് ആണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അടുത്തത് ലാസ്റ്റ് ജേണൽ എൻട്രി ആണ് ഡ്രോയിങ്സ്. പാർട്ട്നേഴ്സ് ഡ്രോയിങ്സ് നടത്തുന്ന സമയത്ത് പൈസ വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഡ്രോയിങ്സ് മെയ്ഡ് ബൈ പാർട്ട്നേഴ്സ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം പഠിച്ച ജേണൽ എൻട്രിയാണ്. ഡ്രോയിങ്സ് ഉണ്ടാകുമ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. ഇവിടെ പാർട്ട്നേഴ്സ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. അതിനുശേഷം ഈ ഡ്രോയിങ്സ് ഫോർ ട്രാൻസ്ഫറിങ് ഡ്രോയിങ്സ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ഡ്രോയിങ്സ് അക്കൗണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരില്ല. അത് പാർട്ട്നേഴ്സ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ഡ്രോയിങ്സും ആണ്. അതുകൊണ്ട് തന്നെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരാത്തൊരു ഐറ്റം ഡ്രോയിങ്സ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയാണ് പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ജേണൽ എൻട്രീസ്. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫോർമാറ്റ്. അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം ആദ്യം നെറ്റ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിലാണ് നെറ്റ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്നിട്ട് കാണിക്കുക. ആ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് വരിക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബൈ നെറ്റ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എഴുതിയാലും മതി. ഇത് കഴിഞ്ഞ ശേഷം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. കാരണം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ബിസിനസ്സിന് തരുന്ന എമൗണ്ട് ആണ്, അല്ലെങ്കിൽ തരേണ്ട എമൗണ്ട് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു തരത്തിലുള്ള ഒരു ഇൻകമാണ്. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റും പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് തരേണ്ട ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ചേർത്ത് നമ്മുടെ കയ്യിൽ മൊത്തം ലാഭമായി. ആ ലാഭം ഏതൊക്കെ തരത്തിലാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് അത് ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കും. അതിൽ എത്രമാത്രം പൈസയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് കൊടുക്കുന്നത്, എത്രയാണ് സാലറി ആയിട്ട് കൊടുക്കുന്നത്, എത്രയാണ് കമ്മീഷനായിട്ട് പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത്, ബാക്കി വരുന്നത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഗ്രീഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അതുപോലെ നെറ്റ് ലോസ് ആണ് കിട്ടുന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് ലോസ് ആണ് കിട്ടുന്നതെങ്കിൽ ആ ലോസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ടാവുക ക്രെഡിറ്റ് സൈഡിലാണ്, ബൈ നെറ്റ് ലോസ് ക്യാരി ഡൗൺ എന്ന് പറയും. അങ്ങനെ ലോസ് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതിയെങ്കിൽ അത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ നെറ്റ് ലോസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത് ഡെബിറ്റ് സൈഡിലായിരിക്കും.
ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്ത് ടോട്ടൽ ബാലൻസ് ഏത് സൈഡിൽ കിട്ടിക്കഴിഞ്ഞാലും ആ ബാലൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലായിരിക്കും അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലായിരിക്കും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ കറണ്ട് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ല ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കായിരിക്കും ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരിക. ഇനി നമുക്ക് ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ. Vinu and Minu are partners in a firm sharing profits in 2:1. Their capital account balances on 1st January 2019 were 40,000 and 35,000 respectively. During the year, they earned a profit of 42,500 as net profit before adjusting the below mentioned items. Interest on capital, Minu 10%. Salary due to partner, Vinu 3,000. Commission due to partner, Minu 5,000. Drawings 10,000, 7,000. Interest on drawings 2,000, 1,000. Draft necessary journal entries and prepare profit and loss appropriation account and partners capital accounts. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ജേണൽ എൻട്രീസ് എഴുതുക. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അതിനുശേഷം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ആദ്യം ജേണൽ എൻട്രി നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഡ്യൂറിങ് ദി ഇയർ ദേ ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് 42,500. ഈ വർഷം നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത് 42,500 റുപ്പീസാണ്. ആസ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റിംഗ് ദി ബിലോ മെൻഷൻഡ് ഐറ്റംസ്. നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത് 42,500 റുപ്പീസാണ്. ഈ നെറ്റ് പ്രോഫിറ്റ് ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് ആദ്യം തന്നെ എഴുതേണ്ടത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 42,500. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10% ആണ്. ക്യാപിറ്റലിൻ്റെ 10%. 40,000 10%, 4,000, 35,000 10%, 3,500. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ജേണൽ എൻട്രി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു വിനൂസ് ക്യാപിറ്റൽ 4,000 ടു മിനൂസ് ക്യാപിറ്റൽ 3,500, ടോട്ടൽ 7,500. ഇനി ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നേരത്തെ ഡെബിറ്റ് ചെയ്തു, ഇപ്പോഴിനി ക്രെഡിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരേണ്ടത്. ഇപ്പോൾ ജേണൽ എൻട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ 7,500 ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 7,500. നെക്സ്റ്റ് വരുന്ന ഐറ്റമാണ് സാലറി. വിനുവിന് മാത്രമേ സാലറി ഉള്ളൂ. സാലറി എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ജേണൽ എൻട്രി, വിനൂസ് സാലറി അക്കൗണ്ട് ഡെറ്റർ 3,000 ടു വിനൂസ് ക്യാപിറ്റൽ 3,000. ഇനി വിനുവിടെ സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുള്ള ജേണൽ എൻട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ 3,000 ടു വിനൂസ് സാലറി 3,000. അടുത്തത് മിനുവിടെ കമ്മീഷനാണ്. കമ്മീഷൻ 5,000 റുപ്പീസാണ്. അപ്പോൾ കമ്മീഷൻ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ തന്നെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ മിനൂസ് കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ 5,000 ടു മിനൂസ് ക്യാപിറ്റൽ 5,000. അതിനുശേഷം മിനുയുടെ കമ്മീഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിനുള്ള എൻട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ 5,000 ടു മിനൂസ് കമ്മീഷൻ 5,000. നെക്സ്റ്റ് വരുന്നത് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലല്ല വരുന്നത്, ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രമേ വരൂ. അപ്പോൾ ആദ്യം തന്നെ ഡ്രോയിങ്സ് നടത്തുന്ന സമയത്ത് ജേണൽ എൻട്രി, വിനൂസ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ 10,000, മിനൂസ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ 7,000 ടു ക്യാഷ് 17,000. 17,000 രൂപ അവരെ വിഡ്രോ ചെയ്ത് കൊണ്ടുപോയി. അതിനുശേഷം ഈ ഡ്രോയിങ്സ് അവരവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യണം. ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് വരിക. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ വിനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 10,000, മിനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 7,000 ടു വിനൂസ് ഡ്രോയിങ്സ് 10,000 ടു മിനൂസ് ഡ്രോയിങ്സ് 7,000. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് വരിക. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാൻ വേണ്ടത്.
Vinu's capital account debtor 2000, Minu's capital account debtor 1000 to interest on drawings 3000. നെക്സ്റ്റ് ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ജേണൽ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 3000. ഇനി അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കലാണ്. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കി ലാസ്റ്റിൽ കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണോ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുശേഷം മാത്രമേ ഈ എൻട്രി എഴുതാൻ കഴിയൂ. പക്ഷെ നമ്മളിവിടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കിയിട്ടുണ്ട്, അത് ഇതിൻ്റെ കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ലാസ്റ്റിൽ കിട്ടിയ ബാലൻസ് എന്ന് പറയുന്നത് 30,000 റുപ്പീസാണ്. ആ 30,000 റുപ്പീസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു വിനൂസ് ക്യാപിറ്റൽ 20,000 ടു മിനൂസ് ക്യാപിറ്റൽ 10,000. 2:1 പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത്രയാണ് ജേണൽ എൻട്രിയിൽ വരുന്നത്. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കലാണ്. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരക്കുമ്പോൾ ആദ്യം നമ്മൾ കാണിക്കേണ്ടത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം നമുക്ക് തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 42,500 ആണ്. ബിഫോർ അഡ്ജസ്റ്റിംഗ് ദി ബിലോ മെൻഷൻഡ് ഐറ്റംസ്, താഴെ പറയുന്ന ഐറ്റംസ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കിട്ടിയിരിക്കുന്ന ലാഭം എന്ന് പറയുന്നത് 42,500 ആണ്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം. അത് നമ്മൾ ആദ്യം അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ബൈ നെറ്റ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ അല്ലെങ്കിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 42,500 ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം ഐറ്റംസ് 1 by 1 ആയിട്ട് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10%, 40,000 10%, 4,000, 35,000 10%, 3,500. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും, അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലും. സാലറി ഡ്യൂ ടു പാർട്ണർ 3,000, അതും അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. കമ്മീഷൻ ഡ്യൂ ടു പാർട്ണർ അതും ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരില്ല, ക്യാപിറ്റൽ അക്കൗണ്ടിലോ കറണ്ട് അക്കൗണ്ടിലോ മാത്രമേ വരൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 2,000 1,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരേണ്ടത്. 2,000 1,000 ഇത്രയും ആയി കഴിഞ്ഞാൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലെ ഐറ്റംസ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്തപ്പോൾ ടോട്ടൽ കിട്ടുന്നത് 45,500. ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ കിട്ടുന്നത്, അതേ ടോട്ടൽ തന്നെ ഡെബിറ്റ് സൈഡിലും രേഖപ്പെടുത്തുക. ഇപ്പോൾ ഡിഫറൻസ് ആയിട്ട് വരുന്നത് 30,000 റുപ്പീസ് വരും. ഈ 30,000 റുപ്പീസ് എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡിഫറൻസ് ആയിട്ട് വരുന്നതാണ്. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യും. ഇവർ അഗ്രി ചെയ്തിരിക്കുന്ന റേഷ്യോ 2:1 ആണ്. ഇപ്പോൾ അഗ്രി ചെയ്തിരിക്കുന്ന റേഷ്യോ ആയ 2:1 30,000 റുപ്പീസ് ഡിവൈഡ് ചെയ്യും. 30,000 into 2 by 3 20,000, 30,000 into 1 by 3 10,000. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ 2 പാർട്ട്നേഴ്സ് ആണുള്ളത്. എമൗണ്ട് കോളം 2 വീതം പ്രൊവൈഡ് ചെയ്യുക, ഡെബിറ്റിലും ക്രെഡിറ്റിലും. ആദ്യം തന്നെ കൊടുക്കേണ്ടത് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസസ് ഓൺ 1st January 2019 were 40,000 and 35,000. ഇപ്പോൾ ബാലൻസ് ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക 40,000 35,000. അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% എന്ന് പറഞ്ഞാൽ 40,000 10% 4,000, 35,000 10% 3,500. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 4,000 3,500. സാലറി ഡ്യൂ ടു പാർട്ണർ അതും ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. സാലറി വിനുവിന് മാത്രം 3,000. കമ്മീഷൻ ഡ്യൂ ടു പാർട്ണർ 5,000, അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. കമ്മീഷൻ മിനുവിന്റെ കോളത്തിൽ 5,000. ഡ്രോയിങ്സ് 10,000 7,000. ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ലോസും ഉണ്ടെങ്കിൽ അതൊക്കെ ഡെബിറ്റ് സൈഡാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് 10,000 7,000. സിമിലർലി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 2,000 1,000 ആണ്. അതും ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക 2,000 1,000. അതിനുശേഷം
അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചപ്പോൾ നമുക്ക് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ട് കിട്ടിയിരുന്നു 30,000. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ബാലൻസ് എഴുതി ക്യാപിറ്റൽ അക്കൗണ്ട് വിനു 20,000, മിനു 10,000. ആ ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് 20,000 ആൻഡ് 10,000. ഇത്ര എഴുതി കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം. വിനുയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 67,000 ടോട്ടൽ കിട്ടി. അത് തന്നെ ഡെബിറ്റ് സൈഡിൽ എഴുതി. ഡിഫറൻസ് ആയിട്ട് വരുന്നത് 55,000. അത് ബാലൻസ് ക്യാരി ഡൗൺ എന്നിട്ട് കാണിക്കും. അതിനുശേഷം മിനുയുടെ ക്യാപിറ്റൽ ടോട്ടൽ ചെയ്യുക 53,500. അത് തന്നെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക 53,500. ബാലൻസ് ആയിട്ട് വരുന്നത് 45,500. അതിനുശേഷം ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ അത് ബ്രോ ഡൗൺ ചെയ്യുക. ബാലൻസ് ബ്രോ ഡൗൺ 55,000, 45,500. ഇതോടെ ക്യാപിറ്റൽ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. കൂടുതൽ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കുകളിലുള്ളത് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.